നിർത്ത്. എവിടെയാടാ പാഞ്ഞു പോകുന്നത്? രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടില്ലേ? ഇറങ്ങ്, അങ്ങോട്ട് ചെല്ല്. അങ്ങോട്ട് മാറ്റി നിർത്ത്. അവിടെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. പിന്നെ അങ്ങോട്ട് മാറ്റി നിർത്തിയാട്ടെ. കൊള്ളാലോ, രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഇല്ല. സാർ, ഒരു ആശുപത്രി കേസായിരുന്നു, വേഗത്തിൽ എത്തണമായി. ഇങ്ങനെ വേഗത്തിൽ പോയാലേ പെട്ടെന്ന് എത്തിക്കോളൂ. ഫൈൻ അടച്ചിട്ട് പോകും. എത്ര രൂപയാ? 500. ബുക്കും പേപ്പറും കൊടുത്ത് അങ്ങോട്ട് ചെല്ല്. എന്താടോ? ബുക്കും പേപ്പറും കൊണ്ട് സാറിനെ കാണാൻ പറഞ്ഞു. എനിക്ക് യൂണിഫോം ഇല്ലേ? സാർ, അത് ഒന്നും പറയണ്ട, ഫൈൻ അടച്ചിട്ട് വെക്കോ. സാർ, ഒരിക്കലത്തേക്കൊന്ന് ഒഴിവാക്കി തരണം സാർ. ഒരിക്കലത്തേക്ക് ഒഴിവാക്കി തന്നാൽ പിന്നെ താനങ്ങ് നന്നായിക്കോളൂ. പേരെന്താടോ? കറുപ്പായി. എൻ്റെ അച്ഛനിട്ട പേരാണ് സാർ. കാര്യം പറഞ്ഞു നിന്നാൽ പറ്റത്തില്ല. പൊല്യൂഷൻ്റെ പേപ്പറിലും ഉണ്ടല്ലോ സാർ. യൂണിഫോം ഇടാത്തതിന് ഫൈൻ അടച്ചിട്ട് വെക്കോ. സാർ, രാവിലെ വണ്ടി എടുത്തതേ ഉള്ളൂ. ഓട്ടോ ഒന്നും ആയില്ല സാർ. കുറേ കുടുംബ പ്രാരാബ്ദങ്ങളും ഉണ്ട്. വെറുതെ സമയം കളയാതോട് സാർ. ഒന്ന് ഇവനെ കൊണ്ട് തോറ്റല്ലോ. പിന്നെ നിനക്കെന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ SI അദ്ദേഹത്തോട് പറ, അങ്ങോട്ട് പോ. ആൻസറിങ് ഓവർ. സാർ, ഈ കാര്യം കൂടെ ഒന്ന് നോക്കണേ. റോജർ. ഓക്കെ സാർ. എന്താടോ? ഞാൻ സാറിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. സാറിൻ്റെ ഒരു വലിയ ആരാധകനാണ് ഞാൻ. അത് ശരി. കാര്യം പറയൂ. സാർ, ഒരു 500 രൂപ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഫൈനല്ലേ? അതെ സാർ. അടച്ചിട്ട് പൊയ്ക്കോളൂ. സാർ, ഓടാൻ തുടങ്ങിയതേ ഉള്ളൂ. കാര്യമായിട്ട് ഒന്നും കിട്ടിയില്ല സാർ. എടോ, യൂണിഫോം ധരിക്കുക എന്നത് നിയമമാണ്. ഡ്രൈവിംഗ് സമയത്ത് അത് ഉണ്ടാകണം. തനിക്കൊരു കാക്കി ഷർട്ടില്ലേ? അത് ധരിക്കാനുള്ള മടി നിയമം അനുസരിക്കാനുള്ളതാണ് ഓരോ പൗരനും. ഫൈൻ അടച്ചിട്ട് പൊയ്ക്കോ. തൻ്റെ പേരെന്താ? കറുപ്പായി. സാർ, ഇന്നാകെ 270 രൂപയ്ക്കാണ് ഓടിയത്. അതിൽ നിന്ന് ഓട്ടോ മുതലാളിക്ക് 200 രൂപ കൊടുത്താൽ ബാക്കി വീട്ടിലേക്ക് അരിയും സാധനങ്ങളും വാങ്ങിക്കണം. തികയത്തില്ല സാറേ. ഒരു കാക്കി ഷർട്ട് ഉണ്ടായിരുന്നു, അതിടാൻ പറ്റാത്ത വിധം കീറിപ്പോയി. മറ്റൊന്നും വാങ്ങിക്കാൻ പൈസ ഇല്ല സാർ. കറുപ്പായി, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യൂണിഫോം ധരിച്ച് തന്നെ വണ്ടി ഓടിക്കണം. ഇപ്പൊ ഫീസ് അടച്ചിട്ട് പൊയ്ക്കോ. സാർ, ഞാൻ മനഃപൂർവ്വം ഇടാതിരുന്നതല്ല. പുതിയത് വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ടാണ്. സാർ ക്ഷമിക്കണം. ഫൈൻ അടച്ചിട്ട് താനൊന്ന് സ്റ്റേഷൻ വരെ വരേണ്ടി വരും. അതെന്തിനാണ് സാർ? ഞാൻ ഫൈൻ അടയ്ക്കുന്നില്ലേ? താൻ ഇങ്ങോട്ടൊന്നും പറയണ്ട, പറഞ്ഞത് കേട്ടാ മതി. ഇപ്പൊ പിഴ കൊടുത്ത് തപ്പയ്ക്കും. ഓക്കെ, താങ്ക് യു. അയാളെ വിളിക്കും. സാർ,
താൻ അങ്ങോട്ട് ചെല്ല്. ശരി സാർ. ഇരിക്ക. വേണ്ട സാർ, വേണ്ട, ഞാൻ നിന്നോളാം. ഇരിക്കടോ. സാർ വാങ്ങടോ. എനിക്ക് സർക്കിളായി പ്രൊമോഷൻ കിട്ടി. നാളെ ആറ്റിങ്ങലിൽ ജോയിൻ ചെയ്യും. ആ പിന്നെ കറുപ്പായിയുടെ വീട് എവിടെ? കഴക്കൂട്ടമാണ് സാർ. ശരി കറുപ്പായി, നമുക്ക് കാണാം. ശരി സാർ. കറുപ്പായി പൊയ്ക്കോ. ആ സാർ, അടുത്ത പ്രൊമോഷനിൽ DYSP വരുമ്പോൾ ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ. ആർക്കറിയാമടോ, നോക്കാം. ആ അപ്പം ഞാൻ ഇറങ്ങട്ടെ. എല്ലാവർക്കും നന്ദി. അസീസെന്ന മഹത് നാമമേവം അറിയാതുരുവിടുന്നിതായേവരും അലിവിൻ മൂർത്തിയായെന്നും നിന്നെ ആരാധിപ്പൂ ഞങ്ങൾ നിത്യവും. നിയമം എന്തെന്നവബോധം നിരന്തരമോദിയൊരു നിയമപാലകൻ. നിത്യവും നീതിതൻ പീഠശുദ്ധിയെ നിർമ്മലം കാത്തു സൂക്ഷിച്ചോ. കുമ്പിടുന്നിതാ നിന്നോർമതൻ കുടീരത്തിൽ ഞങ്ങളീ കലാസ്നേഹികൾ. കുമ്പിടുന്നേൻ തവ നടന സ്നേഹോഷ്മള കർമ്മപാദതൻ മഹാവിശുദ്ധിയേ.